ഇവിടെ കണ്ടോ, ഇത് കാസർഗോഡ് കുള്ളൻ്റെ കിടാവാണ് കേട്ടോ. ഇപ്പോൾ ഇറക്കി സന്ധ്യയായപ്പം മുറ്റത്തോട്ടൊക്കെ ഒന്ന് കെട്ടിയതാണ്. നമുക്ക് ഭയങ്കര സ്നേഹമാണ്. പക്ഷേ ഇപ്പം ഞാൻ ഈ ക്യാമറ ഒക്കെ ആയിട്ട് നിൽക്കുന്ന കണ്ടപ്പം ആൾക്കൊരു ചെറിയൊരു ഭയമുണ്ട്. അത് അടുത്തോട്ടൊക്കെ വരാതെ ഇങ്ങനെ നിൽക്കുന്നു. അല്ല, നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേന് ഭയങ്കര സ്നേഹവും ഉമ്മവെക്കും നക്കലും ഒക്കെ ആയിട്ട് ഭയങ്കര സ്നേഹപ്രകടനമുള്ള ഒരു കിടാവാണ്. കണ്ടോ, ഇതിൻ്റെ പൊക്കം കണ്ടോ, ഇതിൻ്റെ പൊക്കം ഒരു 85-90 സെൻറ്റിമീറ്റർ അത്രയൊക്കെ ഇതിന് മാക്സിമം പൊക്കമുള്ളൂ. ഇതിൻ്റെ പൊക്കം വാങ്ങിച്ചപ്പോൾ ഒരു ആട്ടിൻകുട്ടിയുടെ അത്രയും മാത്രമേ ഉള്ളായിരുന്നു ഈ സാധനം. അത് കഴിഞ്ഞിട്ട് വളർന്നതാണ്. ഇപ്പം കൊണ്ട് ഒരു പശുവിൻ്റെ ഒരു ലുക്കൊക്കെ ആയില്ലേ. ഇങ്ങനെ എനിക്ക് മനസ്സിലാവില്ല, പക്ഷേ ഇങ്ങനെ ഒന്നും ഇല്ല. ഒരു പശുവിൻ്റെ ഒക്കെ ലുക്കായില്ലേ. ഇതിൻ്റെ ഈ കുളമ്പ് കണ്ടോ, ഇത് കുളമ്പ് കണ്ടോ, മാൻ്റെ ഒക്കെ പോലെ മാൻ്റെ ഒക്കെ കുളമ്പ് പോലെ ഉണ്ടോ. അറ്റം ലൈറ്റായിട്ടുള്ള സാധനമാണ്. നമുക്കൊരു പേടി ഇതൊക്കെ കണ്ടപ്പോഴേ. എൻ്റെ തലയുടെ ഇവിടെ കണ്ടോ, ഈ മൂൾഭാഗമുണ്ടോ, ഒരു പ്രത്യേകതയുണ്ട്. മുഖം ഇതിൻ്റെ കളർ ബ്രൗൺ മാറി വരുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് കംപ്ലീറ്റ്ലി ഇങ്ങനെ കയറി കയറി വരുവാണ്. ബാ 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 എന്നെ ഒരു ഭയമാണ്. കാരണം ഈ ക്യാമറയെ കാണുമ്പോഴേ ആൾക്ക് എന്ത് ചെയ്യാനാണെന്ന് ഒരു പേടി ഉണ്ട്. ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ. ഈ ബ്ലാക്ക് ഷെയ്ഡ് ഇപ്പം കയറി വരുവാണ്. നേരത്തെ ബ്ലാക്ക് ഷെയ്ഡ് ഇല്ലായിരുന്നു കൊച്ചിലെ. ഈ ബ്രൗൺ കളറായിരുന്നു. ഇപ്പോൾ ഈ ബ്രൗൺ മാറിയിട്ട് ഈ ബ്ലാക്ക് ഷെയ്ഡ് കയറി വരുവാണ് ഫുള്ള്. ഉണ്ട്, നമ്മൾ മൂക്കൊന്നും ഇതുവരെ കുത്തിയിട്ടില്ല. ഒരു കുസൃതി കൂടുതലാണ്. ഭയങ്കര ചാട്ടം ബഹളം അങ്ങനത്തെയാണ്. പക്ഷെ നമ്മളായിട്ട് ശല്യം ചെയ്തില്ല. അങ്ങനെ ഈ നാടൻ പശുക്കെല്ലാം ഉള്ളതാണ് ഈ ഒരു ചാട്ടം ബഹളം ഒക്കെ. കണ്ടോ, ഇവിടെ കണ്ടോ. അതിൻ്റെ പൊക്കം മനസ്സിലാണെങ്കിൽ ഇത് ഇങ്ങനെ നോക്കുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു പൊക്കം നമുക്ക് മനസ്സിലാകുന്നുണ്ടോ. ഇത്രയും പൊക്കം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ വാലുണ്ടോ, വാലിൻ്റെ വശമുണ്ട്. ഇതിന് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം നമ്മളോടുള്ള ആ സ്നേഹമാണ്. ഇന്ന് ഇറക്കി കെട്ടിയപ്പോഴത്തേക്കും വൈകിട്ട് ഇറക്കി കെട്ടിയ സമയത്ത് ആ മുറ്റത്തെ ആ പുല്ലെല്ലാം കടിച്ച് പറിച്ച് അങ്ങ് തിന്നുവാണ്. കാരണം ഇന്ന് വീട്ടിലില്ലാത്തതുകൊണ്ട് പകലത്തെ തീറ്റി അവർക്ക് അത്ര പോരായിരുന്നു. അതുകൊണ്ട് അവൾ ഈ 4 മണിക്കാണ് ശരിക്കും എൻജോയ് ചെയ്ത് കഴിക്കുന്നത്. മൂക്കാർ ഇട്ടിട്ടില്ല ഇതുവരെ. ഭയങ്കര ചാട്ടമൊക്കെ ആണെങ്കിലും മൂക്കിട്ടില്ല, മൂക്കാർ കുത്തിയിട്ടില്ല. ഇനി അത് കുത്തി കഴിയുമ്പോൾ ചിലപ്പം കുറച്ചുകൂടെ ഭംഗി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പശുക്കൊക്കെ മൂക്കൊക്കെ കുത്തി കഴിയുമ്പോഴല്ലേ ഒരു ഭംഗി വരുന്നു. കണ്ടോ, ഇതാണ് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കാസർഗോഡ് കുള്ളൻ. നമ്മുടെ ഈ നാടൻ പശുവിൻ്റെ തന്നെ കേട്ടോ. ഇത് കാസർഗോഡ് കുള്ളനെ, വെച്ചൂര്, അങ്ങനെയുള്ള എല്ലാം ഈ നാടൻ പശുക്കളാണ്. ഇതിൻ്റെ പാലിനാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ ശരീരപ്രകൃതി പറഞ്ഞിട്ട് കണ്ടില്ലേ, അധികം വളരത്തില്ല. ഇത് ഇത്രയൊക്കെ വളരത്തുള്ളൂ. ഇനി ഇത് അധികം ഒന്നും വളരത്തില്ല. കുഞ്ഞു പശുവായിരിക്കും. എപ്പോഴും ചെറിയ വീട്ടുകാർക്കൊക്കെ വളർത്താൻ പറ്റിയ ഒരു പശുവാണ്. നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും. മറ്റുള്ള പശുക്കളെ പോലല്ല, ഇവർക്ക് കുറച്ചുകൂടെ സ്നേഹം കൂടുതലായിരിക്കും. ആർക്കും ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും, കറക്കാൻ പറ്റും, അങ്ങനെയൊക്കെയുണ്ട്. ഇതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇതിന് ഭയങ്കര സ്നേഹമാണ്. ആരെയും കുത്തത്തൊന്നുമില്ല, ഇടിക്കത്തില്ല. പിന്നെ ഇച്ചിരി സ്നേഹം കൂടുതലായിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ കാണുമ്പോൾ തന്നെ ഭയങ്കര ചാട്ടവും ബഹളവും നക്കലും ഒക്കെ ആയിരിക്കും. കണ്ടോ. ഈ ക്യാമറയൊക്കെ കാണുമ്പോഴാണ് ആൾക്കൊരു പേടി. ഉണ്ടോ, ഇതാണ് പുള്ളിയുടെ പരിപാടി. സ്നേഹത്തോടെ വരും, അടുത്ത് വരും, കൂത്താടും.